നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ഇലക്ട്രിക് ബസ് വിവാദം ചൂടുപിടിക്കുമ്പോൾ ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മെരുക്കി അല്ലെങ്കിൽ തിരുത്തി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇലക്ട്രിക് ബസ്സുകളുമായി സർക്കാർ മുമ്പോട്ട് പോകും എന്നാണ് പറയുന്നത്. ഇതിന്റെ സൂചന നൽകി കെ.ബി. ഗണേഷ് കുമാർ തന്നെ രംഗത്ത് വരികയും ചെയ്തിരുന്നു. ഇലക്ട്രിക് ബസ്സുകൾ ലാഭകരമല്ലെന്ന നിലപാട് വിവാദമാവുകയും KSRTC വാർഷിക റിപ്പോർട്ടിൽ ഈ ബസ്സുകൾ ലാഭകരമാണെന്ന കണക്കുകൾ വരികയും ചെയ്ത സാഹചര്യത്തിലാണ് പ്രതികരണവുമായി ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ രംഗത്ത് വന്നത്. താൻ പറഞ്ഞതെല്ലാം സത്യമാണെന്ന് ദൈവത്തിനറിയാം. ഞാൻ ഇനി കണക്ക് പറയുന്നില്ല, ഇനി ഒരു തീരുമാനവും എടുക്കുന്നുമില്ല. ശിക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നെ തീരുമാനം എടുക്കേണ്ടല്ലോ. എന്തെങ്കിലും അറിയിക്കാനുണ്ടെങ്കിൽ ഉദ്യോഗസ്ഥർ അറിയിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കുന്നു. പ്രൈവറ്റ് മേഖല സംസ്ഥാനത്തിന് ആവശ്യമാണ്. ബസ് സർവീസുകൾ റീഷെഡ്യൂളിംഗ് നടക്കുന്നുമുണ്ട്. തന്നെ ഉപദ്രവിക്കാൻ ചില ആളുകൾക്ക് താല്പര്യമുണ്ട്. താൻ ആരെയും ദ്രോഹിക്കാറില്ല. കേരളത്തിൽ നികുതി കൂടുതലാണ്, അതിനാൽ വാഹന രജിസ്ട്രേഷൻ വരുമാനം പുറത്തു പോകുന്നു. ഇത് സർക്കാർ പരിശോധിക്കണമെന്നും മന്ത്രി വ്യക്തമാക്കുന്നു. ഏതായാലും KSRTCയിൽ നയപരമായതൊന്നും തീരുമാനിക്കുന്നില്ലെന്നു കൂടി വ്യക്തമാക്കുകയാണ് ഗതാഗത മന്ത്രി ഇപ്പോൾ. ഇലക്ട്രിക് ബസ്സുകളുടെ വരവു ചെലവ് കണക്കുകൾ സംബന്ധിച്ച കണക്കുകൾ ചോർന്നതിൽ അതൃപ്തി അറിയിച്ച് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ കഴിഞ്ഞ ദിവസം വാർത്തകളിൽ എത്തിയിരുന്നു. വാർത്തകൾ ചോർന്നതിൽ മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ ജോയിന്റ് MDയോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടു കഴിഞ്ഞു. കഴിഞ്ഞ 9 മാസത്തിനിടയിൽ 2.89 കോടി രൂപ ഈ ബസ്സിന് ലാഭം ലഭിച്ചുവെന്നാണ് കണക്കുകൾ. റിപ്പോർട്ട് പഠിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി പറയുന്നു. രേഖകൾ മന്ത്രിക്ക് ലഭിക്കും മുമ്പ് മാധ്യമങ്ങൾക്ക് ലഭിച്ചതിനാലാണ് മന്ത്രി അതൃപ്തി അറിയിച്ചിട്ടുള്ളത്. ഇതിനു പിന്നാലെ മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ ഇടപെട്ടുവെന്നാണ് സൂചന. ഇലക്ട്രിക് ബസ്സിൽ ചർച്ച വേണ്ടെന്ന നിർദ്ദേശവും ഇപ്പോൾ ഗണേഷ് കുമാറിന് നൽകിക്കഴിഞ്ഞു. പുറത്തു വന്ന കണക്കുകൾ പ്രകാരം മന്ത്രി നഷ്ടത്തിലാണെന്ന് പറഞ്ഞ സർവീസുകൾ ലാഭത്തിലാണ്. വാങ്ങുന്ന വിലയും കിട്ടുന്ന കളക്ഷനുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഇലക്ട്രിക് ബസ്സുകൾ ലാഭകരമല്ലെന്നാണ് ഗണേഷ് കുമാർ പറഞ്ഞിരുന്നത്. ഇലക്ട്രിക് ബസ് എത്ര നാൾ പോകും എന്ന കാര്യം ഉണ്ടാക്കിയവർക്കും അറിയില്ല, എനിക്കും അറിയില്ല എന്നാണ് മന്ത്രി പറഞ്ഞത്. ഈ ബസ്സുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഗണേഷ് കുമാറിന്റെ നിലപാടിനെ എതിർത്ത് VK പ്രശാന്ത് MLAയും മേയർ ആര്യ രാജേന്ദ്രനും രംഗത്തെത്തിയിരുന്നു. CPM നേതൃത്വവും ഇവരെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്. അതിനാൽ കരുതലോടെ നീങ്ങാനായിരുന്നു ഗണേഷിന്റെ തീരുമാനവും. ഈ വിഷയത്തിൽ നയപരമായ തീരുമാനം ഇടതുപക്ഷത്തിൻ്റെതാകുമെന്ന് മുഖ്യമന്ത്രി അറിയിക്കുകയും ചെയ്തു. ഇലക്ട്രിക് ബസ്സിൽ കഴിഞ്ഞ 9 മാസത്തിനിടെ 2.89 കോടി രൂപ ഈ ബസ്സിന് ലാഭം കിട്ടിയെന്നാണ് കണക്ക്. റിപ്പോർട്ട് പഠിച്ച ശേഷമാകും തുടർ നടപടി. അതേസമയം റിപ്പോർട്ട് മാധ്യമങ്ങൾക്ക് ലഭിച്ചതിൽ മന്ത്രി ഉദ്യോഗസ്ഥരെ ശകാരിച്ചു. വാങ്ങിയ വിലയും കിട്ടുന്ന കളക്ഷനും തട്ടിച്ചു നോക്കുമ്പോൾ ഇലക്ട്രിക് ബസ്സുകൾ ലാഭകരമല്ല എന്ന ഗതാഗത മന്ത്രിയുടെ വാദം പൊളിയുകയാണ് ഇതോടെ. ഈ നിലയിൽ തുടരേണ്ടതില്ലെന്ന അഭിപ്രായം കൂടി പങ്കുവച്ചതോടെ എതിർപ്പും ശക്തമായി. ഈ പശ്ചാത്തലത്തിലാണ് കൃത്യമായ കണക്കുകൾ നൽകാൻ KSRTC CMDക്ക് മന്ത്രി നിർദ്ദേശം നൽകിയത്. ബിജു പ്രഭാകർ വിദേശത്തായതിനാൽ ജോയിന്റ് MD പ്രമോദ് ശങ്കറാണ് മന്ത്രിക്ക് റിപ്പോർട്ട് കൈമാറിയത്. ഏപ്രിൽ മാസത്തിൽ തലസ്ഥാനത്തെ നിരത്തിലെത്തിയ ഇലക്ട്രിക് ബസ്സുകൾ ഡിസംബർ മാസം വരെ 2.88 കോടി രൂപ ലാഭമുണ്ടാക്കിയെന്നാണ് KSRTCയുടെ കണക്ക്. ഏപ്രിൽ മുതൽ ഡിസംബർ വരെ ഇലക്ട്രിക് ബസ്സുകൾ 18,901 സർവീസ് തലസ്ഥാന നഗരത്തിലാകെ നടത്തിയിട്ടുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ഇലക്ട്രിക് ബസ് 1 കിലോമീറ്റർ ഓടാൻ 28 രൂപ 45 പൈസയാണ് വേണ്ടിവരുന്നതെന്ന് റിപ്പോർട്ട് പറയുന്നു. ശമ്പളത്തിനും ഇന്ധനത്തിനും അടക്കം ചെലവ് വരുന്ന തുകയും ചേർത്തുള്ളതാണ് 28 രൂപ 45 പൈസ. 1 കിലോമീറ്റർ ഓടുമ്പോൾ കിട്ടുന്ന വരുമാനമാകട്ടെ ശരാശരി 36 രൂപ 66 പൈസ. അതായത് ചെലവുകൾ കഴിഞ്ഞുള്ള തുക പരിശോധിച്ചാൽ 1 കിലോമീറ്റർ ഓടുമ്പോൾ ഇലക്ട്രിക് ബസ്സിൽ നിന്നും 8 രൂപ 21 പൈസ ലാഭം ലഭിക്കുന്നു. ഇനി ഇലക്ട്രിക് ബസ്സുകൾ വാങ്ങേണ്ടതും നിലവിൽ സിറ്റി സർവീസിന് ഈടാക്കുന്ന 10 രൂപ നിരക്ക് പുനഃപരിശോധിക്കുമെന്നുമാണ് ഗണേഷ് കുമാർ അഭിപ്രായപ്പെട്ടത്. ഒപ്പം നിലവിലോടുന്ന റൂട്ടുകൾ പുനഃക്രമീകരിക്കാൻ പദ്ധതിയുണ്ടെന്നും വ്യക്തമാക്കി. എന്നാൽ മന്ത്രിയുടെ വാദം അംഗീകരിക്കാനാവില്ലെന്ന് MLA VK പ്രശാന്തും മേയർ ആര്യ രാജേന്ദ്രനും നിലപാട് സ്വീകരിച്ചു. നയപരമായ തീരുമാനങ്ങൾ പുനഃപരിശോധിക്കുമ്പോൾ ജനപക്ഷത്ത് നിൽക്കുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും പറഞ്ഞിരുന്നു. ഏതായാലും ഗണേഷ് കുമാറിന് പാര വെക്കാനുള്ള നീക്കം നടക്കുന്നുണ്ടെന്ന് വ്യക്തമാവുകയാണ്. ഈ വിഷയത്തിൽ ഗണേഷ് കുമാർ എന്താണ് സംഭവിച്ചെന്നറിയില്ല. സാധാരണഗതിയിൽ കൃത്യമായ നിലപാടെടുക്കുന്ന ഒരാൾ തന്നെയാണ് ഗണേഷ് കുമാർ. ഇരുന്ന വകുപ്പുകളിലെല്ലാം തന്നെ വളരെ ഫലപ്രദമായ രീതിയിൽ മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ള ഒരു മന്ത്രി കൂടിയായിരുന്നു ഗണേഷ് കുമാർ. പക്ഷേ അടുത്ത കാലത്ത് ഇടതുപക്ഷത്തിന് അനഭിമതനായ ഒരാൾ കൂടിയാണ് ഗണേഷ് കുമാർ. പല ഘട്ടങ്ങളിലും ഗണേഷ് കുമാറിന്റെ പല കാര്യങ്ങളും പ്രത്യേകിച്ച് പിണറായി വിജയനെ അടക്കം വലിയ രീതിയിൽ വിമർശിക്കുന്ന ഒരാൾ കൂടിയാണ്. പിണറായി വിജയനോട് ശക്തമായി മറുപടി പറയാൻ കഴിയുന്ന മറ്റ് രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നുള്ള ഒരാളെന്ന രീതിയിൽ ഗണേഷ് കുമാറിനോട് അത്ര താല്പര്യമൊന്നും പിണറായി വിജയൻ ഉണ്ടാകാനും ഇടയില്ല.
കാരണം ഗണേഷ് കുമാറിന് വളരെ കൃത്യമായി തന്നെ നിലപാടെടുക്കാനും അത് തുറന്നു പറയാനുമുള്ള ആർജവമുള്ള ഒരു മന്ത്രി കൂടിയാണ് ഗണേഷ് കുമാർ. ഒരുപക്ഷെ അതുകൊണ്ടുകൂടിയായിരിക്കാം ഗണേഷ് കുമാറിന് ഇത്തരം പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുന്നത്. ഏതായാലും ഗണേഷ് കുമാറിന് മൂക്കുകയറിടാൻ തന്നെയാണ് പിണറായി വിജയന്റെ തീരുമാനമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്.